എന്റെ പേര് സൽവ. എന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂട്യൂബ് ചാനലിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫേസ്ബുക്ക് ആഡ്സിനെ കുറിച്ചിട്ടാണ്. ഫെസ്റ്റിവൽ സീസണുകളിൽ പണം ചെലവഴിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരാണല്ലേ. ഇത് ഒരുപാട് ബ്രാൻഡുകൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഫേസ്ബുക്കിൽ ഏകദേശം 3 ബില്യൺ ആളുകൾ എല്ലാ മാസവും വരുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിന് ഇത്രയധികം കണ്ണുള്ളിലോട്ടേക്ക് എത്തിക്കാൻ ഫേസ്ബുക്ക് ആഡ്സ് ഒരു മികച്ച വഴിയാണ് എന്ന് മനസ്സിലായില്ലേ? പക്ഷെ ഒരു കാര്യമുണ്ട്, ശരിയായ ഒരു സ്ട്രാറ്റജി ഇല്ലാതെ നിങ്ങളുടെ ഫേസ്ബുക്ക് ആഡ്സ് പ്രവർത്തിക്കില്ല. അതുകൊണ്ട് ഫേസ്ബുക്ക് ആഡ്സ് ചെയ്യുന്നതിൽ പുതിയ തന്ത്രങ്ങളും രീതികളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ വീഡിയോ കഴിയുമ്പോൾ ഒരു ഫേസ്ബുക്ക് ആഡ് ക്യാമ്പയിൻ എങ്ങനെ ഉണ്ടാക്കാം, അതെങ്ങനെ ലോഞ്ച് ചെയ്യാം, ഒപ്റ്റിമൈസ് ചെയ്യാം എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്ലാന് കിട്ടും. ഫേസ്ബുക്ക് ആഡ്സ് വഴി ഒരുപാട് പണം ഉണ്ടാക്കാം. ട്രൈ ചെയ്യാനുള്ള മനസ്സും സമയം ഉണ്ടെങ്കിൽ ആർക്കും അത് വിജയകരമായിട്ട് ചെയ്യാനും സാധിക്കും. ഏറ്റവും വലിയ റിസ്ക് ഒരു റിസ്ക്കും എടുക്കാതിരിക്കുന്നതാണ് എന്ന് മാർക്ക് സക്കർബർഗ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടാക്കുക, അതിനൊരു ബിസിനസ് അക്കൗണ്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഡ്സ് മാനേജർ തുറന്ന് ക്രിയേറ്റ് ആഡ് ക്ലിക്ക് ചെയ്യുക. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. ഒരു ഫേസ്ബുക്ക് ആഡ് ക്യാമ്പയിന് സാധാരണയായിട്ട് 3 ലെവലാണുള്ളത്: ക്യാമ്പയിൻ ലെവൽ, ആഡ് സെറ്റ് ലെവൽ, ആഡ് ലെവൽ. ക്യാമ്പയിൻ ലെവലിൽ നിങ്ങൾ നിങ്ങളുടെ ഗോൾസ് എന്താണെന്ന് തീരുമാനിക്കുന്നത്. ഇത് ബ്രാൻഡ് അവയർനെസ് ആകാം, എൻഗേജ്മെന്റ് ആകാം, ലീഡ് ജനറേഷൻ ആകാം, സെയിൽസ് ആകാം. ആൻഡ് ആഡ് സെറ്റ് ലെവലിൽ ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ ടാർഗറ്റിംഗ്, ബിഡിങ്, പ്ലേസ്മെന്റ്, സ്കെഡ്യൂള് ഇതൊക്കെ കൊടുക്കുന്നത്. ബഡ്ജറ്റും നിങ്ങൾക്ക് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് ആഡ് ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ യഥാർത്ഥ പരസ്യം. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന കോപ്പി, ഇമേജസ്, വീഡിയോസ് ഇതെല്ലാം ഈ ഭാഗത്താണ് വരുന്നത്. ആൻഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരേ സമയം പലതരം ആഡ്സ് പ്രവർത്തിപ്പിക്കാനും കഴിയും. അപ്പോൾ ഓരോന്നും നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്റ്റെപ്പ് 1, ബിൽഡ് എ ക്യാമ്പയിൻ. ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കാൻ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ കുറഞ്ഞ ബഡ്ജറ്റ് ആണുള്ളതെങ്കിൽ നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ലീഡ്സ് ആണ് ആവശ്യമെങ്കിൽ ലീഡ്സ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ലീഡ്സ് കിട്ടണമെങ്കിൽ എപ്പോഴും കസ്റ്റമേഴ്സിന് ഒരു ജേർണി ത്രൂ കൊണ്ടുപോയി ബ്രാൻഡിനെ കുറിച്ച് മനസ്സിലാക്കിപ്പിച്ചതിന് ശേഷം ലീഡ്സിൽ പോകുന്നതായിരിക്കും നല്ലത്. എപ്പോഴും നിങ്ങളുടെ ബിസിനസ് നീഷിന് അനുസരിച്ചിട്ടായിരിക്കണം നിങ്ങളുടെ ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അത് മാത്രമല്ല, അതിനുശേഷം റീടാർഗറ്റ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ക്യാമ്പയിൻ സെറ്റപ്പിൽ മെറ്റയെ വിശ്വസിച്ച് അഡ്വാൻറ്റേജ് പ്ലസ് ഷോപ്പിംഗ് ക്യാമ്പയിൻസും ഓഡിയൻസും ഉപയോഗിക്കാനായിട്ട് മടിക്കരുത്. കുറഞ്ഞ ബഡ്ജറ്റ് ഉള്ളവർക്ക് ഇത് വളരെ എളുപ്പമാകും. അടുത്തത് നിങ്ങളുടെ ബഡ്ജറ്റ് സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഡെയിലി ബഡ്ജറ്റ് അല്ലെങ്കിൽ ലൈഫ് ടൈം ബഡ്ജറ്റ് തിരഞ്ഞെടുക്കാൻ പറ്റും. എത്രയാണ് നിങ്ങൾ ചെലവഴിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഡേറ്റ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ വിലയുടെ ഒരു 1 ടൈം ഒരു പ്രാവശ്യം ഇരട്ടിയെങ്കിലും എല്ലാ ദിവസവും ചെലവഴിക്കാനായിട്ട് ശ്രമിക്കുക. പറ്റുമെങ്കിൽ 2-3 ടൈംസ് വരെ ചെലവഴിക്കാൻ പറ്റുന്നത് നല്ലതാണ്. പക്ഷെ ബഡ്ജറ്റ് കുറവാണെങ്കിൽ ഒരു ദിവസം 200 തൊട്ട് 300 വെച്ച് വരെ നിങ്ങൾക്ക് തുടങ്ങാനായിട്ട് പറ്റും. ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ ഫേസ്ബുക്കിന് കൂടുതൽ പണം നൽകിയാൽ അവർക്ക് നിങ്ങൾക്ക് മികച്ച റിസൾട്ടുകളും ഡേറ്റയും തരാനായിട്ട് സാധിക്കും. രണ്ടാമത്തത് ടാർഗറ്റിംഗ് ആണ്. ഇനി ടാർഗറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടാർഗറ്റിംഗിൽ നിങ്ങൾക്ക് ബ്രോഡ് ആയിട്ട് പോകാം, അല്ലെങ്കിൽ നീഷ് ആയിട്ട് പോകാം. നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ കുറിച്ച് അധികം ഡേറ്റ ഇല്ലാത്തതാണെങ്കിൽ ഒരു സമയം ഒരു ഇൻട്രസ്റ്റിൽ മാത്രം ശ്രദ്ധിച്ച് അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് ടെസ്റ്റ് ചെയ്യുക. ബ്രോഡ് ആയിട്ട് തുടങ്ങിയിട്ട് പതിയെ നാരോ ചെയ്ത് കൊണ്ടുവരാനായിട്ട് നോക്കാം. ബ്രോഡ് ടാർഗറ്റിംഗ് ഫേസ്ബുക്കിന് നിങ്ങളുടെ ക്യാമ്പയിന് ഏറ്റവും നല്ല പ്രേക്ഷകരെ കണ്ടെത്താനായിട്ട് സഹായിക്കും. കൂടാതെ ഇത് കൂടുതൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. ഇനി നിങ്ങളുടെ ക്യാമ്പയിൻ എത്ര നാൾ പ്രവർത്തിപ്പിക്കണം എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ. ടെസ്റ്റിംഗ് ഫേസിൽ ഏകദേശം 1 തൊട്ട് 2 ആഴ്ചത്തേക്ക് റൺ ചെയ്യാം. ഒരു വിന്നിംഗ് ആഡ് കണ്ടെത്തി കഴിഞ്ഞാൽ അത് 3 തൊട്ട് 4 ആഴ്ചത്തേക്ക് റൺ ചെയ്യാം. എന്നിട്ട് ഇംപ്രഷൻസ് വിലയിരുത്താം. നന്നായി പ്രവർത്തിക്കുകയും എവർഗ്രീൻ ആണെങ്കിൽ നിങ്ങൾക്കത് തുടർന്ന് റൺ ചെയ്യാനായിട്ട് സാധിക്കും. ക്രിയേറ്റീവ്സ് എപ്പോഴും ഫ്രഷ് ആയിട്ട് നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കണം. 4ാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ക്രിയേറ്റീവ്സിനെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ആഡ് ക്രിയേറ്റീവ്സ് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുള്ള കണ്ടന്റ് ബൂസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ആഡ് ക്രിയേറ്റീവ്സ് ഉണ്ടാക്കാനോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. നിങ്ങൾ ടാർഗറ്റിംഗിൽ മിടുക്കനായിരുന്നിട്ടും നിങ്ങളുടെ ആഡ് ക്രിയേറ്റീവ്സ് മോശമാണെങ്കിൽ അത് പ്രവർത്തിക്കൂല. നിങ്ങൾക്ക് ഇത് സ്വയം ഉണ്ടാക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ UGC ക്രിയേറ്റേഴ്സിനെയോ അല്ലെങ്കിൽ ഏജൻസിയോ ഇത് ഏൽപ്പിക്കാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് വീഡിയോസോ ഫോട്ടോസോ കെറോസൽസോ കളക്ഷൻസോ ഇതെല്ലാം തന്നെ ഇവിടെ റൺ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. പരസ്യങ്ങൾ ഒരു സുഹൃത്തിന് പോസ്റ്റ് പോലെ ഓർഗാനിക് ആയിട്ട് തോന്നിപ്പിക്കാനായിട്ട് ശ്രമിക്കണം. പ്രത്യേകിച്ച് വീഡിയോസിന് ആളുകളെ സ്ക്രോൾ ചെയ്ത് നിർത്താനും അവരെ എൻഗേജ്ഡ് ആക്കാനും കഴിയുന്ന ഒരു ഹുക്ക് ഉപയോഗിക്കാനായിട്ട് തീർച്ചയായിട്ടും നോക്കണം. നിങ്ങളുടെ പ്രോഡക്റ്റ് അവരുടെ പ്രശ്നം എങ്ങനെ പരിഹരിക്കുന്നു എന്ന് കാണിക്കാനുള്ള ഒരു കോൾ ടു ആക്ഷൻ ചേർക്കാൻ ഒരിക്കലും മറക്കാനായിട്ട്
പാടില്ല. ഉദാഹരണത്തിന് ഇപ്പോ വാങ്ങാൻ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ 10% കിഴിവ് കിട്ടാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് കണ്ടന്റ് ഐഡിയാസ് ലഭിക്കുന്നില്ലെങ്കിൽ മെറ്റ ആഡ്സ് ലൈബ്രറി ഉപയോഗിച്ചിട്ട് നിലവിലുള്ള ആഡ്സ് പരിശോധിക്കുക. അത് എത്ര നാള് പ്രവർത്തിക്കുന്നുണ്ടെന്നും എത്ര നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്നും നോക്കുക. ഒരുപാട് നാളായിട്ട് റൺ ചെയ്യുന്ന പരസ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് എന്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അതേ ഫോർമാറ്റിൽ നിങ്ങളുടെ സ്വന്തം പരസ്യങ്ങൾ ഉണ്ടാക്കുക. പൂർണ്ണമായിട്ട് കോപ്പി അടിക്കരുത്, പക്ഷെ ഫോർമാറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഇനി നല്ല റിസൾട്ട് തരുന്ന ഒരു ആഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എഫക്റ്റീവ് ടാർഗറ്റിംഗ്, എൻഗേജിങ് ക്രിയേറ്റീവ്സ്, ഒരു ഗുഡ് ലാൻഡിംഗ് പേജ് എക്സ്പീരിയൻസ് ഇതൊക്കെ ഒരുമിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നോക്കാം. ലിമിറ്റഡ് എഡിഷൻ ഡിസ്കൗണ്ട്സ്, ഫ്രീ ഷിപ്പിംഗ്, പ്രോഡക്റ്റ് ബണ്ടിലിംഗ് എന്നുപോലുള്ള ഐഡിയാസും കസ്റ്റമേഴ്സിന്റെ ശ്രദ്ധ ആകർഷിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ആൻഡ് അഞ്ചാമത്തത് ബഡ്ജറ്റിംഗ് ആൻഡ് ബിഡിംഗ്. ഇനി ബഡ്ജറ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. നിങ്ങളുടെ ബഡ്ജറ്റ് ക്യാമ്പയിൻ ലെവലിലോ അല്ലെങ്കിൽ ഒരു ആഡ് സെറ്റ് ലെവലിലോ ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അഡ്വാൻറ്റേജ് പ്ലസ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ബഡ്ജറ്റ് ക്യാമ്പയിൻ ലെവലായിരിക്കും സെറ്റ് ചെയ്യുന്നത്. ആൻഡ് ആഡ് സെറ്റ് ലെവലിൽ ബഡ്ജറ്റ് തിരഞ്ഞെടുക്കുന്നത് സ്പെസിഫിക് ആഡ് സെറ്റിന് എത്ര ചെലവഴിക്കണം എന്നതിന് കൂടുതൽ നിയന്ത്രണം നൽകുകയും ചെയ്യും. ടെസ്റ്റിങ്ങിന് ക്യാമ്പയിൻ ബഡ്ജറ്റും എന്താണ് വർക്ക് ആവുന്നത് എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആഡ് സെറ്റ് ബഡ്ജറ്റും ഉപയോഗിക്കുന്നത് നല്ലതാണ്. ആൻഡ് ആറാമത്തത് A/B ടെസ്റ്റിംഗ്. ഇനി A/B ടെസ്റ്റിംഗ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. തുടക്കത്തിൽ ടെസ്റ്റ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. ആഡ് ക്രിയേഷനിൽ ടെസ്റ്റിംഗ് നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തായിരിക്കും. നിങ്ങൾക്ക് വ്യത്യസ്ത ആഡ് ക്രിയേറ്റീവ്സ്, വ്യത്യസ്ത ഓഡിയൻസ്, നിങ്ങളുടെ ലാൻഡിംഗ് പേജസ് ഇതൊക്കെ തന്നെ A/B ടെസ്റ്റിംഗ് ചെയ്യാനായിട്ട് പറ്റും. എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾക്ക് കണ്ടെത്താനും എന്നിട്ട് അതിലൂട്ടേക്ക് നമ്മുടെ ആഡ് സ്പെൻഡ് മാറ്റാനും ഇത് നമ്മളെ സഹായിക്കും. നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത് വരെ നിങ്ങൾക്ക് എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാൻ കഴിയില്ല. പക്ഷെ നിങ്ങളൊരു സമയം ഒരു വാരിയബിൾ മാത്രമേ ടെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇത് ഏറ്റവും കൂടുതൽ വിജയം എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും. ഒരു A/B ടെസ്റ്റ് പ്രവർത്തിക്കാൻ നിങ്ങളുടെ ആഡ് സെറ്റ് അല്ലെങ്കിൽ ക്യാമ്പയിൻ ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതുമാണ്. എന്നിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫാക്ടർ മാറ്റുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് A/B ടെസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആട്രിബ്യൂട്ട് തിരഞ്ഞെടുക്കാം. ആൻഡ് സ്റ്റെപ്പ് 7 ട്രാക്ക് സക്സസ് ബൈ യൂസിങ് എ പിക്സൽ. ഇനി ആഡ് ട്രാക്കിങ്ങിനെ കുറിച്ചും ഒപ്റ്റിമൈസേഷനെ കുറിച്ചും നമുക്ക് സംസാരിക്കാം. നിങ്ങളുടെ ക്യാമ്പയിനുകളുടെ വിജയം ഒരു പിക്സൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു പിക്സൽ എന്നാൽ നിങ്ങളുടെ വെബ്സൈറ്റിലെ കൺവേർഷൻസ്, വ്യൂസ്, ആക്ഷൻസ് ഇതൊക്കെ നിരീക്ഷിക്കുന്ന ഒരു ട്രാക്കറാണ്. ഒരു പിക്സൽ സെറ്റ് ചെയ്യാൻ ഇവന്റ്സ് മാനേജറിൽ പോയിട്ട് കണക്ട് ഡേറ്റ സോഴ്സസ് തിരഞ്ഞെടുത്താൽ മതി. തുടർന്ന് വെബ് തിരഞ്ഞെടുത്ത് നിങ്ങളുടെ URL നൽകുക. അടുത്തതായിട്ട് നിങ്ങളുടെ പിക്സൽ കോഡ് നിങ്ങളുടെ വെബ്സൈറ്റ് പേജുകളിൽ ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ പിക്സൽ ID ഉപയോഗിച്ചിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ആഡ് ക്യാമ്പയിന് ശരിയായ പിക്സലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ആൻഡ് സ്റ്റെപ്പ് 9 സ്കെയിലിംഗ്. ഇനി സ്കെയിലിംഗ് ചെയ്യുന്നതിനും നിങ്ങളുടെ ROI വർദ്ധിപ്പിക്കുന്നതിനുള്ള ചില ടിപ്പുകൾ നമുക്ക് നോക്കാം. ആദ്യത്തേത് ലുക്ക് ലൈക്ക് ഓഡിയൻസ്. നിങ്ങളുടെ ഏറ്റവും മികച്ച പെർഫോമിംഗ് ഓഡിയൻസ് പോലെ സമാനമായിട്ടുള്ള സ്വഭാവമുള്ള പുതിയ കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് ലുക്ക് ലൈക്ക് ഓഡിയൻസ് ഉപയോഗിക്കാം. അതായത് നിങ്ങളുടെ ടോപ്പ് പർച്ചേസേഴ്സ്, സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഹൈലി എൻഗേജ്ഡ് ആയിട്ടുള്ള യൂസേഴ്സ് ഇവരെ പോലെയുള്ളവർ. രണ്ടാമത്തത് ഇൻക്രിമെന്റൽ ബഡ്ജറ്റ് സ്കെയിലിംഗ്. നന്നായിട്ട് പ്രവർത്തിക്കുന്ന ക്യാമ്പയിനുകളിലും ആഡ് ക്രിയേറ്റീവ്സിലും ഓരോ 2-3 ദിവസത്തിലും 20% തൊട്ട് 30% വരെ ബഡ്ജറ്റ് വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് മൂന്നാമത്തത് പുതിയ ആഡ് ക്രിയേറ്റീവ്സ് ഇൻക്ലൂഡ് ചെയ്യുക. കാര്യങ്ങൾ ഫ്രഷ് ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് ഓരോ 2-3 ആഴ്ചയിലും പുതിയ ആഡ് ക്രിയേറ്റീവ്സ് ചേർക്കുക. എന്നാൽ നിങ്ങളുടെ നീഷിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഫോർമാറ്റ് ഉപയോഗിക്കുന്നത് തുടരാനായിട്ട് ശ്രമിക്കുക. എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കൂടുതൽ വോളിയം ഉണ്ടാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആൻഡ് റീടാർഗറ്റ് യൂസേഴ്സ്. നിങ്ങളുടെ ആഡ്സിൽ ക്ലിക്ക് ചെയ്തും എന്നാൽ കൺവേർട്ട് ചെയ്യാത്തതുമായ കസ്റ്റമേഴ്സിനെ റീടാർഗറ്റ് ചെയ്യാനായിട്ട് നോക്കാം. സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ഒരു ഉൽപ്പന്നം വാങ്ങുന്നതിന് മുമ്പ് ആളുകൾക്ക് സാധാരണയായിട്ട് 7 തവണ അത് കാണേണ്ടതുണ്ട് എന്നാണ്. അപ്പോൾ റീടാർഗറ്റിംഗ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഫേസ്ബുക്ക് പരസ്യങ്ങൾ ഓൺലൈനിൽ പരസ്യം ചെയ്യാനുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണെന്നും വിജയകരമായിട്ട് ക്യാമ്പയിനുകൾ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ഐഡിയാസും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി നിങ്ങളുടെ ആദ്യത്തെ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിക്കോളൂ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു തംസ് അപ്പ് ഒന്ന് ഇട്ടേക്ക്. എന്തെങ്കിലും വിഷയം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ ഒരു കമന്റ് ഇടുക. ഇതേപോലത്തെ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.